ഈ ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പോയി എന്നുള്ള തീരുമാനം വരുന്നു. അപ്പൊ ഈ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മാറ്റത്തെ അതിനെ എങ്ങനെയാ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും ഒരു മാറ്റം? അല്ലാത്തൊരു സ്വപ്നത്തിൽ പോലും നമ്മൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകുന്നുള്ള ഒരിക്കലും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ തുടർച്ചയായിട്ടുള്ള അവഗണന എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കുമ്പോൾ സീറ്റ് 3 പ്രാവശ്യം മത്സരം സീറ്റ് കൊടുത്തു, അതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആ തോൽവി എങ്ങനെയാണെന്നുള്ളത് അന്വേഷിക്കാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് തൃശ്ശൂർ കഴിഞ്ഞ തവണ ഷുവർ ജയിക്കേണ്ട സീറ്റ് തുച്ഛമായ വോട്ട്, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം തോറ്റ ആൾ പത്മജയായിരുന്നു. 3 മാസം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ ചിലവാക്കി നിന്ന ഇലക്ഷനായിരുന്നു. അതിനകത്ത് നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ കൂടെ ചിരിച്ച് കളിച്ച് കിടക്കുന്ന ആൾക്കാർ തന്നെ അതിന് തുരങ്കം വെച്ച് പാര വയ്ക്കുക എന്നാണ് മലയാളത്തിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ആ തോൽപ്പ്. ആ തോറ്റ ആൾക്കാരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പരാതി കൊടുത്തിട്ട് KPCC അതൊരു വെറും ബേസ് പേപ്പർ ബാസ്കറ്റ് ഇടുക ചെയ്തു. ഒരാളത് അന്വേഷിക്കാൻ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അന്ന് ഒരു എന്താ പറയണ്ടേ, ഇതിങ്ങനെ ചെയ്ത് നടന്ന ആൾക്കാരൊക്കെ നല്ല നല്ല പോസ്റ്റിൽ പാർട്ടിയുടെ കോൺസ്റ്റിറ്റ്യൻസിനെ കൊണ്ട് വെച്ചിട്ട് ഒരു വർക്കിംഗ് സ്പേസ് കൊടുക്കാണ്ടിരിക്കുക, മനസ്സമ്മതം തരാണ്ടിരിക്കുക. എന്ത് ചോദിച്ചാലും ചിരിച്ച് അത് ഇതായി കൊടുക്കും. ഒരു സ്പേസ് ഇല്ല ഒരു മനുഷ്യൻ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ അങ്ങനെ രാഷ്ട്രീയം നിർത്തിയാലെന്ന് പോലെ വിചാരിച്ചിരുന്നതാണ്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും കൂടി എന്തിനാ നിർത്തുന്നത്, ഫ്രണ്ട്സ് ഒരിക്കലും നിർത്തരുത് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിക്കാനാണ്. പിന്നെ അപ്പോൾ നമ്മളെന്നാൽ വെറുതെ ഇരിക്കുമ്പോഴാണ് BJP നിന്ന് ഇങ്ങനെ അന്വേഷണം വന്നത്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആലോചിച്ചിട്ട് പോയില്ല. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി നിരസിക്കുകയും ചെയ്തു. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫോറത്തിൽ അഡ്രസ്സ് ഇല്ലാത്തൊരു പാർട്ടിയിൽ നിന്നിട്ട് എന്താ കാര്യം കിട്ടുന്നത്? പിന്നെ ഫാദറിന് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഗവൺമെൻറ് കൊടുത്ത 10-24 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് കണ്ണായ സ്ഥലത്ത്. അതിൻ്റെ പലപ്പോഴും എൻ്റെ പണി തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അച്ഛനോടുള്ള അവഗണന ഇന്നും തുടരുകയാണ്. എന്നിട്ട് അവസാനം അത് എല്ലാം കഴിഞ്ഞ് ലാൻഡൊക്കെ ക്ലിയറാക്കി സാങ്ഷൻ പ്ലാൻ വരപ്പിച്ച് എല്ലാം ഉണ്ടാക്കിയപ്പോൾ കമ്മിറ്റിയിൽ അംഗങ്ങളും കൂടെ അടിയായി. ഇന്നാളെ ചെയർമാനാക്കി പറഞ്ഞു ഞാൻ വരുന്നില്ല, KPCC ആരും സഹകരണമില്ല. അങ്ങനെ അത് ആ സ്ഥലം അവിടെ വെറുതെ കിടക്കുകയാണ്. എനി മോമെൻ്റ് അത് ഗവൺമെൻറ് തിരിച്ചെടുക്കും. ഇന്നിപ്പോ ഈ സംഭവത്തിന്റെ ഒരു പ്രഖ്യാപനം പോലെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് പ്രതികരണം നടത്തിയത് പത്മജയുടെ സഹോദരനായിട്ടുള്ള മുരളീധരൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇനി അത്തരത്തിലൊരു ബന്ധം പോലും ഇല്ല, അച്ഛനെ ഇത്രമാത്രം അവസരം, അച്ഛൻ ഒരിക്കലും വർഗീയ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്തിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരു മകളെന്ന അങ്ങനെ അംഗീകരിക്കാൻ പോലും അംഗീകരിക്കാൻ പോലും കഴിയില്ല. കേരള രാഷ്ട്രീയത്തിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും അറിയാം അച്ഛൻ ആരാ നോക്കിയിരുന്നെന്ന് അറിയാൻ പറ്റും. എത്ര കാലം അച്ഛനോട് പിണങ്ങി നടന്നിരുന്ന ആളാണ് ഈ പറഞ്ഞ ആൾ. പിന്നെ ഞാനിത് പേഴ്സണലായിട്ട് പറയല്ല, ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പോലെ ഇങ്ങനെ മെച്ചുവറായിട്ട് ഇത്ര സീനിയർ ലീഡർ ഒരു ചാനലിൽ പോകുമ്പോൾ കയറിയിട്ട് പെങ്ങളായിട്ട് കാണില്ല എന്നൊക്കെ പോലെ എന്താ അർത്ഥമല്ല. പുള്ളിക്ക് എന്താ തോന്നിച്ചാൽ അതുപോലെ അങ്ങ് തുറന്നടിക്കുകയാണ്. എന്തിനും പുള്ളിയുടെ അഭിപ്രായം അങ്ങനെയാണല്ലോ. ഇപ്പോൾ അവിടുത്തെ വീട്ടിൽ സംഖ്യകൾ കയറി മേയാൻ വേണ്ട, സംഖ്യകൾ വരേണ്ട അച്ഛൻ്റെ ശവമെടുത്ത് എല്ലാ ആൾക്കാരും വരാറുണ്ട്. മാസ് പാർട്ടിയുടെ ആൾക്കാർ വന്ന് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണൂരിന്നൊക്കെ ആൾക്കാർ വന്ന് അവിടെ വന്ന് പോകണം കണ്ടിട്ടുണ്ട്. അത് വന്നോട്ട് അതിൻ്റെ ബന്ധം കുഴപ്പമില്ല. അവിടെ കയറി മേയാൻ സമ്മതിക്കില്ല, എന്താ പറയുക, ഇതിന് ശക്തമായിട്ട് പകരം വീട്ടും. അച്ഛൻ അന്ന് പിടിച്ച് DAC ഉണ്ടാക്കിയില്ല, അച്ഛൻ ഇന്ത്യൻ പ്രസിഡന്റ് ആവേണ്ടതായിരുന്നു. ഇദ്ദേഹം നല്ല പോസ്റ്റ് അന്ന് ആ ചെയ്ത് കൂട്ടി ഇതൊക്കെ എന്താ കാണിച്ച് എത്ര പാർട്ടിയിൽ പോയി. ഞങ്ങൾ തമ്മിൽ അങ്ങനെ യാതൊരു രാഷ്ട്രീയവും സംസാരിക്കാറില്ല. ഒരു ബ്രദർലോ എന്നുള്ള റിലേഷൻ മാത്രമേ സംസാരില്ല. ഒരു MP നിലയ്ക്ക് പോയി ഡിമാൻഡ് കാണിച്ചിരുന്നത് വാങ്ങിക്കുകയും. മുരളിക്ക് അറിയാതെ മുരളി എന്നെ ഉപദ്രവിച്ചിട്ട് മുരളി വളരെ സ്നേഹമായിട്ട് നമ്മൾ ജീവിച്ചിരുന്നത്. അത് കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട് പലമയ്ക്ക് 2-3 സീരിയസ് ആയിട്ടുള്ള അസുഖം വന്ന് ആസിഡിൽ സർജറി ചെയ്ത് അത്ര ബാഡായിട്ട് കിടന്നിരുന്നത്. അതൊക്കെ മുരളിക്ക് അറിയുന്നു. ഇതൊന്നും ഒരു സഹോദരൻ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. എനിക്ക് വളരെ പ്രയാസമുണ്ട്. ശുദ്ധ അസംബന്ധം. ഞാൻ ബിന്ദുകൃഷ്ണനെ വിളിച്ച് പറഞ്ഞു, ഒന്ന് ഡേറ്റ് പറഞ്ഞാൽ ED എന്നാ വന്നതെന്നുള്ളത്. എന്ത് ഡാമേജിങ് സ്റ്റേറ്റ്മെന്റ്. എനിക്ക് ഞാൻ ഇവിടെ നിറച്ച് കുട്ടികളൊക്കെ TV എഴുതി വരുന്നത്. ഇവിടെ ED വന്നിട്ടില്ല, ഇൻകം ടാക്സ് വന്നിട്ടില്ല, ആരും വന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചറിയാൻ പറ്റും. ഞാൻ എല്ലാ കറക്റ്റ് ടാക്സോട് ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ബിസിനസ്സും ഇല്ല. എന്നെ ED അന്വേഷിക്കാൻ വരുന്നത്. അത് രാഹുൽ മാങ്കൂട്ട് കുറ്റിച്ചൂന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ കൾച്ചറായിരിക്കും. അത് അദ്ദേഹത്തിന്റെ കൾച്ചറാണ്. ഈ കുറ്റിച്ചൂന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്കില്ലേ. ഞാനും ഈ ഹൈബിയും വിനോദമൊക്കെ ഇവിടെ കുട്ടികളുടെ യൂത്ത് കോൺഗ്രസ് ആയിട്ട് വളർന്നിട്ടുണ്ട്. അവിടെ വായിന്നൊന്നും ഇങ്ങനത്തെ വാക്കുകളൊന്നും വിടാറില്ല. ഇത് വളർന്ന സംസ്കാരത്തിന്റെ കുഴപ്പമെന്ന് ഞാൻ പറയുള്ളൂ. ബൽറാം തൃശ്ശൂരിൽ നിന്ന് പറഞ്ഞു സ്വീകാര്യമില്ലാത്താണ് പലമേ തോറ്റെന്ന്. അപ്പം കഴിഞ്ഞോണ്ട് അങ്ങേരെ 7000 കൊണ്ട് തോറ്റെങ്ങനെയാണെന്ന് സ്വീകാര്യത ഉണ്ടായിട്ടാണോ? ഇതെല്ലാം ചുമ്മാ ഞാൻ പറയില്ല. ഇപ്പോൾ ഒരു ആത്മാർത്ഥയും പ്രതിബദ്ധതയും ഈ പാർട്ടിക്കില്ല. ഞാൻ ഈ പാർട്ടിയുടെ കഴിഞ്ഞ അച്ഛൻ ഉള്ള കാലത്തോട്ട് 10-38 കൊല്ലമായിട്ട് 40 കൊല്ലമായിട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഒരു നേതൃത്വം ഇല്ല, ഒരു കൺട്രോൾ ചെയ്യാൻ ഒരാളും ഇല്ല. കെ സുധാകരൻ നല്ലൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് പക്ഷേ പ്രായപ്പെടുന്നത് പോസ്റ്റ് കിട്ടിയത്. അദ്ദേഹത്തിന് നല്ല കാലം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അതിന് സമ്മതിച്ചിരുന്നില്ല എൻ്റെ അറിവ്.
വേറെ പറ്റി ഒന്നും പേഴ്സണായിട്ട് പറയില്ല. പക്ഷേ ഈ ഒരു ബിജെപിയിലേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടം പോലും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സിപിഎമ്മിലോട്ട് പോയിരുന്നത് കുഴപ്പമില്ലായിരുന്നു. സിപിഎമ്മിലേക്ക് പോയിട്ട് അറിയാലോ, DSA CPM അടുത്ത് പോയിട്ട് CPM എന്തുമാതിരി DSA ഡിച്ച് ചെയ്യുന്നറിയാലോ, അറിയാലോ. അങ്ങനൊന്നുമല്ല, കുറച്ചുകൊണ്ടും ജനുവിനായിട്ട് തോന്നി. പിന്നെ ഇപ്പം ഇന്ത്യ നടക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നമ്മൾ ഈ പഴയ പഴമ കാര്യമൊന്നുമില്ല. ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് കണ്ടില്ലേ, നല്ലൊരു അഡ്രസ്സ് ചെയ്യാൻ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ പറ്റിയൊരു ലീഡർ ആ പാർട്ടിക്കുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉള്ള പോലെ തന്നെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു കഴിവുള്ളൊരു നേതാവ് ആ പാർട്ടിക്കുണ്ട്. ഞാൻ പറയില്ല, പേഴ്സണലായിട്ട് ചോദിക്കണ്ട. രാഹുൽ ഗാന്ധിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്നോട് BJP പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി മിടുക്കനാണ്, പാവം, നല്ലൊരു മനുഷ്യനാണ്. തൽക്കാലം അങ്ങനെ പോകുന്നു, ഒരു ഉപാധിയിലും വെച്ചിട്ടില്ല. മെമ്പറായിട്ട് സമായിട്ടിരിക്കുന്നു. അവർ എന്ത് വർക്ക് സ്പേസ് പറയുന്നത് വർക്ക് ചെയ്യാൻ തീരുമാനമായിട്ടിരിക്കുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ആദ്യമേ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഡിമാൻഡ് അതായിരുന്നു, ഇലക്ഷൻ ഒക്കെ പറയുന്നതായിരുന്നു. നിൽക്കുന്നതൊക്കെ കോൺഗ്രസ്സുകാർക്ക് എതിരായിട്ട്. നമ്മൾ ഇന്നലെ വരെ ചേച്ചി ചേട്ടാന്ന് വെച്ച് നടന്ന പാർട്ടിയാണ്, ഒരിക്കലും ചെയ്യില്ല. അതും പറഞ്ഞിട്ടില്ല, ഒന്നും ആൾക്കാരെ പറയുന്നുണ്ട്, കിട്ടുമായിരിക്കും. ഇല്ലെങ്കിൽ കുറച്ചാൽ സമാനമായിട്ട് പാർട്ടിയുടെ ഒരു മെമ്പറായിട്ട് ജീവിക്കും.